السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى والدين الحق. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ധന്യമാക്കപ്പെട്ട വേദിയിൽ ഖുർആൻ രക്ഷയാണെന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിരിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി വഹാൽ. പ്രിയരെ, എന്താണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? കള്ളുകുടിച്ച് കൂത്താടികളായി നടക്കുന്ന സമൂഹം, പെണ്ണേതാ ആണേതാ തിരിച്ചറിയാത്ത കാലം. ഈ കാലത്താണ് ഖുർആനിന് പ്രശസ്തിയേറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, എൻ്റെ കലാമായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഉണ്ടല്ലോ, എൻ്റെ കലാമായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആനിനെ ഒരു കേടുപാടുമില്ലാതെ അവസാന നാൾ വരെ ഞാൻ തന്നെ സംരക്ഷിക്കുന്നതാ. പ്രിയമുള്ളവരെ, ഖുർആൻ എന്നത് ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, മറിച്ച് ജനങ്ങളിലേക്ക് സൽമാർഗ്ഗം സൃഷ്ടിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. പ്രിയമുള്ളവരെ, പല നബിമാർക്കായി പല ഏടുകളും കിതാബുകളും ഇറക്കി. അതിൽപ്പെട്ടതാണല്ലോ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. പക്ഷേ അതിൽ മൂന്നെണ്ണമായ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ ഉണ്ടല്ലോ, പല പരിഷ്കരണങ്ങളിലേക്ക് വിധേയമായി. പക്ഷേ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു പരിഷ്കരണങ്ങളിലേക്ക് വിധേയമായിട്ടില്ല, അതിനാവാനും പോകുന്നില്ല. പ്രിയമുള്ളവരെ, ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറക്കിക്കൊടുത്തതോ ഈ ലോകം തന്നെ പടക്കാൻ കാരുണ്യരായ മാണിക്യ കൊട്ടാരമായ ഈ ലോകത്തിന്റെ തിരുദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ നഹ്നു നസ്സൽനാ സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായ വിധത്തിൽ ഞങ്ങളാണ് ഖുർആൻ ഇറക്കിയത്, നിശ്ചയമായ വിധത്തിൽ ഞങ്ങളാണ് ഖുർആൻ ഇറക്കിയത്. ആ ഖുർആനിനെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കുന്നതാ, ആ ഖുർആനിനെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം സ്വീകരിക്കാതെ ഖുർആൻ ഓതാതെ കള്ളുകുടിച്ച് ഹൃദയം കറുപ്പിച്ച് നടക്കുന്ന ഒരുത്തൻ നന്നാവുമെന്ന ഉദ്ദേശത്തിൽ ഖുർആൻ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് പുറത്തു കൊടുക്കുന്നതാ. പ്രിയമുള്ളവരെ,
ഖുർആനിൽ ഒരു 7 സൂറത്തുണ്ട് കേട്ടോ. ആ സൂറത്തിന് ഒരു പേരുമുള്ളതാ സബൂൽ മുൻജിയാത്ത് എന്നതാണ്. സബൂൽ മുൻജിയാത്ത് എന്നതാണ്. ആ 7 സൂറത്തുകൾക്കും പല പ്രത്യേകതകളുമുണ്ട്. ആ 7 സൂറത്തുകൾക്കും പല പ്രത്യേകതകളുണ്ട്. ആ 7 സൂറത്തുകൾ പതിവാക്കി നിശ്ചലമായി ഓതുന്ന ഒരുത്തൻക്ക് 7 സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയുന്നതാ. പ്രിയമുള്ളവരെ, ആ സൂറത്തുകൾ ഏതൊക്കെയെന്ന് കേട്ടോളൂ. സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ എന്നിങ്ങനെ തുടങ്ങിയവയാണല്ലോ. പ്രിയമുള്ളവരെ, ആ 7 സൂറത്തുകളും പതിവാക്കി ഓതുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഔലുൽ കൗസർ കുടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വേദിയൊന്ന്